സീതമ്മേ, ഏതാ നമുക്ക് തുടങ്ങാം. പോരാമേ നിൻ കൂടെ കാതങ്ങൾ ദൂരെ മേഘങ്ങൾ പോലെ നാം ചേരുന്നേ താനേ ആനന്ദമേ സർവമാനന്ദമേ ആനന്ദമേ ആനന്ദമേ പോരാമേ നിൻ കൂടെ കാതങ്ങൾ ദൂരെ മേഘങ്ങൾ പോലെ നാം ചേരുന്നേ താനേ ആനന്ദമേ എന്നാൽ പിന്നെ കഴിക്കാം. സർവമാനന്ദമേ ആനന്ദമേ 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 സർവമാനന്ദമേ ആനന്ദമേ കഴിച്ചു കഴിഞ്ഞവർക്ക് എണീക്കാം. അല്ല, അപ്പൊ പായസോ? പായസം വിളമ്പാൻ അവസരം തരും. ആ, വധൂവരന്മാർക്ക് എഴുന്നേറ്റ് കൈ കഴുകാം. പ്രസാദും മുരളിയും ഇവിടെ വന്നിരിക്കൂ. അഞ്ജലിയും ആരതിയും ചെന്ന് അവരോടുണ്ടാക്കിയ പായസങ്ങൾ കൊണ്ടുവന്ന് ഭർത്താക്കന്മാർക്ക് കൊടുത്താട്ടെ. കുടിക്ക്. ഒട്ടും മിച്ചം വെക്കരുത്. വേണമെങ്കിൽ ഒരു ഗ്ലാസ് കൂടെ തരാം. പായസം വല്ലാട്ടൊക്കെ പിടിച്ചു അല്ലേ മുരളി?
അവളുടെ ഒരു മാംഗല്യ ഭോജനം. ഇത് മാംഗല്യ ഭോജനമല്ല, മരണഭോജനമാ. മാരണഭോജനം. ഓരോരുത്തരെ കൊലക്ക് കൊടുക്കാൻ ഇറങ്ങിക്കോളും. ലോകത്ത് മനുഷ്യത്വം എന്തെന്നറിയാത്ത ഈ ശവത്തിനെ പ്രേമിക്കാനാണല്ലോ ഈശ്വര എന്റെ വിധി. മുരളി, എന്താ എടുത്തി? ദാ ഇത് കഴിച്ചോളൂ. നല്ല പായസ. ഞാൻ കഴിച്ചല്ലോ. നേരത്തെ കണ്ടില്ലേ ഞാൻ പായസം കഴിക്കുന്നത്? കണ്ടു കണ്ടു. പായസം കഴിച്ചതല്ല, കഴിച്ച പായസം ഉണ്ടാക്കിയ പൊല്ലാപ്പാ ഞാൻ കണ്ടത്. ഐ എം സോ സോറി മുരളി. ആരതി മുരളിയോട് തെറ്റുകളാണ് ചെയ്യുന്നതെന്ന് നന്നായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അവൾക്ക് വേണ്ടി ഞാൻ മുരളിയോട് ക്ഷമ ചോദിക്കുക. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല എടുത്തി. അവൾ എന്തൊക്കെ ചെയ്താലും അവളോടുള്ള എന്റെ ഇഷ്ടത്തിന് ഒരർത്ഥത്തിലും കുറവ് വരില്ല. അവളെ ഞാൻ വെറുക്കില്ല ഒരിക്കലും. ആ കാര്യത്തിൽ ഏട്ടത്തിക്ക് എന്നെ ഉറപ്പ് തരാം. എനിക്കറിയാം മുരളിക്ക് അവളോടുള്ള ഇഷ്ടം എത്രയാണെന്ന്. അതിന്റെ മാറ്ററിയാനുള്ള മനസ്സ് പക്ഷെ അവൾക്കുണ്ടായിട്ടില്ല. എന്തിലും അവൾക്ക് ദുശാഠ്യമാ. ചെറുതിലെ ശാസിച്ച് വളർത്താത്തതിന്റെ ദോഷ. അതൊക്കെ മാറ്റിയെടുത്ത് അവളെ ഒരു നല്ല കുട്ടിയാക്കണം, നല്ലൊരു ഭാര്യയും ആക്കണം. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അത് സാധിക്കില്ല. അതിനുവേണ്ടി മുരളി വേണം എന്റെ കൂടെ നിൽക്കാൻ. എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടോ ഏട്ടത്തി? സഹിയിട്ട് പോയ ചില സമയങ്ങളിൽ ഞാൻ ചില പരുഷ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അത് നീ ഉണ്ടാവാൻ നോക്കിക്കോളാം. മതി, അത് മതി. ദാ ഇത് കഴിക്ക്. വായിലെ ആ ചവർപ്പൊക്കെ ഒന്ന് മാറട്ടെ. എന്റെ രാധേ, നീ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ നടന്നതൊന്നും നിന്നെ മറന്നുകൊണ്ടുള്ള എന്റെ പുതിയ ജീവിതാന്വേഷണമല്ല. മുരളിയുടെ കുഴപ്പത്തിലായ ജീവിതം തിരികെ പിടിക്കാൻ അഞ്ജലിയുമായുള്ള ഒരു പരസ്പര ധാരണ മാത്രമാണ്. അന്നും ഇന്നും എന്നും നീയാണ് എന്റെ ജീവനും ജീവിതവും. നീ മാത്രമേ എന്നും എന്റെ ഉള്ളിലുണ്ടാവൂ. വിശ്വസിക്കണം പ്ലീസ്. പ്രസാദേട്ടാ, ഇതെന്താ ഇവിടെ വന്ന് ഈ ഷെൽഫും തുറന്ന് നിൽക്കുന്നേ? ഞാൻ വെറുതെ ഷെൽഫിൽ സ്പേസ് ഉണ്ടോ നോക്കിയതാ. അഞ്ജലിയുടെ സാധനങ്ങളൊന്നും ഇവിടെ ഇങ്ങനെ പുറത്ത് വലിച്ചിടണ്ട. അതൊക്കെ ഒതുക്കി വെക്കെന്താ. താഴത്തെ ഷെൽഫ് രണ്ടായിട്ട് പകുക്കുക. ഞാൻ മുകളിലത്തെ പകുതി എനിക്കും താഴത്തെ പകുതി അഞ്ജലിക്കും ഉപയോഗിക്കാം. കൊള്ളാം, അത് നല്ല ഐഡിയ.
എന്നെ സഹായിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രസാദേട്ടന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടല്ലേ? എന്തിന്? ഒരലമാര പകത്ത് പാതി സ്ഥലം തരുന്നതാണോ ഇത്ര വലിയ ബുദ്ധിമുട്ട്? ഏയ്, ഇത് അതുമാത്രമല്ലല്ലോ. എല്ലാ അർത്ഥത്തിലും പ്രസാദേട്ടനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ലേ? സത്യം പറ. ഏയ്, അതൊക്കെ തന്റെ വെറും തോന്നലാണെന്നേ. ഇവിടെ ഞാനുൾപ്പെടെ എല്ലാവരും വലിയ സന്തോഷത്തിലാ. നേരത്തെ ഈ വീട്ടില് 4 പേരുണ്ടായിരുന്നെങ്കിലും 4ഉം 4 ലോകത്തായിരുന്നു എന്ന് പറയാം. ഏതു നേരവും ഈ വീട് നിശബ്ദമായിരുന്നു. ഇപ്പൊ പക്ഷെ അതല്ല സ്ഥിതി. ഈ വീട്ടിലിപ്പോ ചിരിയുണ്ട്, വർത്തമാനമുണ്ട്. എന്തിന്? പാദസ്വരത്തിന്റെ ശബ്ദം പോലും ഒരു ചെറിയ പൊട്ടിച്ചിരി പോലെ നിറയുന്നുണ്ട്. പുഷ്പൻ ചേട്ടൻ എപ്പോഴും പറയും, പെണ്ണുണ്ടെങ്കിലേ ഒരു വീട് വീടാകൂന്ന്. അതിപ്പോഴാ എനിക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാ ഈ വീട്ടിൽ ശബ്ദവും സന്തോഷവും കൊണ്ടുവന്നതിന്റെ നന്ദി സൂചകമായി അഞ്ജലിക്ക് ഞാൻ ഈ അലമാര പകുത്തു നൽകുന്നത്. ഇനി തൽക്കാലത്തേക്ക് തനിക്ക് സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് വെക്കാം. ഉം. ഇന്ദേ കണ്ണ വന്നില്ല മുരളികയോതും ഗാനം കേട്ടില്ല. ഇന്ദേ കണ്ണ വന്നില്ല മഴമുകിലോമൽ രൂപം കണ്ടില്ല. വിരഹാദ്രയേകയാൽ മധുവനിയിൽ പോഞ്ഞാനിന്തേ കണ്ണ വന്നില്ല മുരളികയോതും ഗാനം കേട്ടില്ല. ഹലോ നാഥൻ സാർ, നമസ്കാരം. ആ നമസ്കാരം നമസ്കാരം. പ്രസാദ് എവിടെ ഉണ്ട് ഇപ്പോ? ഇവിടെ വീട്ടിൽ തന്നെയുണ്ട് സാർ. എന്തുപറ്റി? ഒന്നുമില്ല, എനിക്കൊന്ന് കാണണമല്ലോ പ്രസാദിനെ. പ്രസാദിനെ മാത്രമല്ല, മുഴുവൻ ഫാമിലിയെ ഒരുമിച്ച് കാണണമെന്ന എന്റെ ആഗ്രഹം. പിന്നെന്താ, കാണാലോ. സാർ എവിടെ വരണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇല്ലില്ല, പുറത്തെവിടെയും വെച്ച് കാണണ്ട, ഇവിടെ എന്റെ വീട്ടിൽ വെച്ച് തന്നെ. പ്രസാദും അഞ്ജലിയും അച്യുതും കൂടി എന്റെ വീട്ടിലേക്ക് വരണം. എന്താ പറ്റുമോ? ഏയ്, എന്താ പറ്റാത്തത്? വരുന്നതിൽ പ്രയാസമില്ല സാർ. വിശേഷിച്ച് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതൊരു സർപ്രൈസാ. കാര്യമുണ്ട്. അതെന്താണെന്ന് ഇവിടെ വന്നു കഴിയുമ്പോ പറഞ്ഞാ പോരെ. സസ്പെൻസ് പൊളിച്ച പിന്നെ വരുന്നതിന്റെ എക്സൈറ്റ്മെന്റ് അങ്ങ് പോവും. അതുകൊണ്ടാ. ഓ ആയിക്കോട്ടെ സാർ, എനിക്ക് അസൗകര്യങ്ങളൊന്നുമില്ല. അതാ അഞ്ജലി കൂടെയുണ്ട്, ഞാൻ കൊടുക്കാം. സാറ് നേരിട്ട് തന്നെ പറഞ്ഞോളൂ കാര്യങ്ങള്. ആരാ? ആ നാഥൻ സാറല്ലേ, സാറ്. ഹലോ സർ, നമസ്കാരം. അഞ്ജലിയാണ്. അഞ്ജലി നമസ്കാരം. പ്രസാദിനെയും അഞ്ജലിയും അച്യുതിനെയും കൂടി എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാനാണ് ഞാൻ വിളിച്ചത്. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല സർ, കാണാം. പിന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല സർ. അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. ഞാൻ അത് തന്നെയാണ് പ്രസാദിനോടും പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് മാത്രം കരുതുക. ബാക്കിയൊക്കെ നമുക്ക് നേരിൽ കാണുമ്പോൾ പറയാം. ശരി സർ, താങ്ക് യു. ഞങ്ങൾ വന്നോളാം. താങ്ക് യു. എന്താണ് കാര്യം എന്ന് പറഞ്ഞു സാറ്? ഇല്ല, നേരിൽ കാണുമ്പോൾ പറയാന്നാ പറഞ്ഞത്. എന്തിനായിരിക്കും സാർ കാണുമെന്ന് പറഞ്ഞത്? വെറുതെ ഒരു കെറ്റോതറാവോ? അതോ എന്തെങ്കിലും കാര്യമുള്ള കാര്യമോ? അപകടം എന്തെങ്കിലും? ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം ഒരു നല്ല മനുഷ്യനല്ലേ. എന്നാൽ എന്തായിരിക്കും?
എഴുന്നേക്ക്, മതി ഉറക്കം. എഴുന്നേക്ക്, എഴുന്നേറ്റ് പോയി തറയിൽ കിടന്നേ. നീ പോടി നിന്റെ പാട്ടിന്. ഇത് എന്റെ മുറി, എന്റെ കട്ടിലുവാ. ഇവിടെ എവിടെ കിടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ പോയി വല്ല റെയിൽവേ ട്രാക്കിൽ കിടക്ക്. പോടുന്നു. ഓഹോ, അങ്ങനെയാണോ? എന്നാലേ ഇവിടെ കിടക്കാനേ എന്നോട് എല്ലാരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടക്കും. എണീറ്റ് പോകേണ്ടത് നിങ്ങളാ. എന്നോട് ഇവിടെ കിടക്കാനാ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ തന്നെ ഞാൻ ഇവിടെ കിടന്നതും കിടക്കുന്നതും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നിലത്ത് കിടന്നു എന്ന് കരുതി എന്നും അങ്ങനെ കിടക്കുമെന്ന് നീ കരുതരുത്. മനസ്സിലായോ? ഞാൻ ഈ കട്ടിലിൽ തന്നെ കിടക്കും. നിനക്ക് പോവാം. ശരി, താൻ കിടന്നു. ഞാനും ഇവിടെ തന്നെ കിടക്കും. ദേ, ഈ തലയണം മറികടന്ന് ഇങ്ങോട്ടെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ കാണാം എന്റെ തനി സ്വഭാവം. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. ഈടാ, ഇതിൽ കൂടുതൽ എന്തോന്ന് തനി സ്വഭാവം. മിണ്ടാതെ വായ അടച്ച് കിടക്കാൻ നോക്കൂ കൊച്ചേ. അവളുടെ ഒരു തനി സ്വഭാവം. കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോ. അവളിപ്പോ എന്ത് ചെയ്യുമായിരിക്കും? അവള് ഉറക്കമായിരിക്കോ? ചെന്ന് നോക്കിക്കളയാം. പുഷ്പ ചേട്ടാ, ചേട്ടാ, അയ്യോ സോറി പുഷ്പൻ ചേട്ടാ, എണീറ്റപ്പോ അറിയാതെ ചവിട്ടി പോയതാ. സോറി പുഷ്പൻ ചേട്ടാ, ഞാനത് ബാത്റൂം വരെ പോയിട്ട്. നീ ഒരിടത്തും പോകുന്നില്ല. ഈ വീട്ടിൽ ബാത്റൂമേ കെട്ടിയിട്ടില്ല. ഇരിയോടെ തടവടാ. നീ എണീറ്റ് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദൈവം ഓട്ടാ നിന്നെ കൊണ്ട് എന്റെ കാര്യം ചവിട്ടിച്ചത്. നിന്റെ തോന്നിയ ദിവസം തടയാൻ വേണ്ടി. എന്റെ കണ്ണെത്തിയില്ലെങ്കിലും ദൈവത്തിന്റെ കണ്ണെത്തുന്നുണ്ടെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഇനിയെങ്കിലും ആ പെൺകൊച്ചിന്റെ മേലെ കണ്ണു വെച്ചിട്ട് വേണ്ടാത്ത നിന്ന് പുറപ്പെടരുത്. തിരുമ്പ് വേഗം ആകട്ടെ. തിരുവിടാ. എന്താ എന്തുപറ്റി? അതൊരു പല്ലിയല്ലേ? പല്ലിയാ? ചെറുപ്പം തൊട്ട് എനിക്ക് പല്ലിയെ പേടിയാ. പോയല്ലോ.
അഞ്ജലി ഇനി തറയിൽ കിടക്കണ്ട, കട്ടിൽ കിടന്നാ മതി. അത് വേണ്ട, പ്രസാദേട്ടൻ കട്ടിലേ കിടന്നാ മതി, ഞാൻ തറയിൽ കിടന്നോളാം. വേണ്ട, താനും ഞാനും ഇനി കട്ടിൽ തന്നെ കിടക്കുന്നേ. നമ്മുടെ സങ്കല്പത്തിൽ കല്യാണം എന്നത് എല്ലാം പകുത്തു കൊടുക്കുന്ന ഒരു ഉടമ്പടിയാണല്ലോ. ജീവിതം മുതൽ സർവ്വതം. നമ്മുടെ കല്യാണം ഒരു അഭിനയം ആയതുകൊണ്ട് നമ്മൾ പക്ഷെ ഒന്നും പകുത്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഒരു മനസമാധാനത്തിന് വേണ്ടിയെങ്കിലും തൽക്കാലം ഒരു ഗെയിം ചേഞ്ച് പ്ലാനിംഗ് ആണ്. നമ്മൾ ഈ രാത്രി മുതൽ ഈ കട്ടില് പങ്കിട്ടെടുക്കുകയാണ്.